തീർച്ചയായിട്ടും എനിക്കൊരു പ്രശ്നമാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്ന കണ്ടപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഇങ്ങനെ 5-6 പേര് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സ്ഥലത്തിരിക്കുന്നത്. ഞാൻ അതുപോലെ ഒരു കമ്പനിയിലും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പം കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് വന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പീപ്പിൾ മാനേജ്മെൻറ്റ് ഒരു പരിധിവരെയൊക്കെ മനസ്സിലാവും. ഓഫീസ് പൊളിറ്റിക്സ് കുറച്ചൊക്കെ അനുഭവിച്ചവരാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാലും എങ്ങനെ നിൽക്കണം എന്നുള്ളതറിയാം. ഇത് ഞാൻ സ്ട്രെയിറ്റ് ഫ്രം കോളേജ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ആളുകളെ മാനേജ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ ആണുങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത് എൻ്റെ മിസ്റ്റേക്കും കൂടെയാണ്. എനിക്ക് ആളുകളെ മനസ്സിലാവാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കും കൂടെയാണ്. അത് എങ്ങനെ അത് ടാക്കിൾ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആണ്. ഞാൻ അവരുടെ അതിൻ്റെ പുറകിലുള്ള കളികളോ പുറകിലുള്ള ഉദ്ദേശങ്ങളോ എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അതിന് ആൻസർ ചെയ്യും. ചിലപ്പോൾ ഇപ്പം ചില കാര്യങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്യാൻ അറിയില്ല. ബേസിക്കലി അതാണ് അതിനകത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അതെനിക്ക് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം അത് കുറച്ചും കൂടെ ഒരു പവർ പൊസിഷനിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ അതില്ലായിരുന്നു. ഇപ്പം ഞാൻ പവർ പൊസിഷനിൽ നിന്ന് ഇവരെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുകൾ, അപ്പം അത് കമ്പാരിറ്റീവ്ലി കുറവാണ്, പണ്ടത്തേലും കുറവാണ്, പക്ഷെ എന്നാലും ഉണ്ട്. പിന്നെ അറിയാലോ, ഒരു സ്ത്രീ ആവുമ്പോൾ പുരുഷന്മാരെ ഹാൻഡിൽ ചെയ്യൽ ചെറിയ എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് എപ്പോഴും ആ ഒരു ഈഗോ ഉണ്ടാവും. അപ്പോൾ അതൊരു സ്ത്രീയുടെ കയ്യിൽ നിന്നൊരു കമാൻഡ് വാങ്ങിക്കുക, ഒരു സ്ത്രീ അങ്ങനെ ചെയ്യാൻ പറയും, ഇങ്ങനെ ചെയ്യാൻ പറയുന്നു, എന്താ ലേറ്റായി വന്നതെന്ന് ചോദിക്കുന്നു, ഇതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അതൊരു പുരുഷനാണ് ചോദിക്കുന്നതെങ്കിൽ അവർക്കൊന്നും തോന്നില്ല, നാളെ നേരത്തെ വരാം എന്ന് പറഞ്ഞ് അങ്ങ് ലൈറ്റായിട്ട് വെളുത്തോളൂ. പക്ഷെ അതൊരു സ്ത്രീ ചോദിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എപ്പോഴും നമ്മൾ ഒരു പുരുഷന്മാർ ചെയ്യുന്നതിൻ്റെ ഡബിൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമ്മളെ അവർ റെക്കഗ്നൈസ് ചെയ്യുകയോ നമ്മളെ അംഗീകരിക്കുകയോ ചെയ്യുള്ളൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്തൊക്കെ ത്രില്ലുണ്ട്. എൻ്റെ കിക്കും കൂടെയാണത്. ഇത് രണ്ടും കാര്യം നമ്മൾ അവർക്കൊപ്പം എത്തി നിൽക്കുന്നുണ്ടല്ലോ. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ അവരോടൊപ്പം തന്നെ സംസാരിക്കാൻ, അവരോടൊപ്പം തന്നെ നിന്ന് അവരെ മാനേജ് ചെയ്യാൻ ഉള്ളൊരു പൊസിഷനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതെനിക്കൊരു പ്രൗഡായിട്ടുള്ളൊരു ഇതും കൂടെയാണ്. എനിക്ക് തോന്നുന്നു ആ കിക്കിൻ്റെ പുറത്തായിരിക്കില്ല ഇത്തരം ആണുങ്ങളുമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടും മെയിൽ ആക്ടേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും ഒരുപക്ഷെ ആ ഒരു കിക്കിൻ്റെ പുറത്തായിരിക്കും. അല്ല, അതൊരു ധൈര്യമാണ്. അത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ആക്ടേഴ്സിനെ എല്ലാം വെച്ചിട്ട് ഇങ്ങനൊരു സ്റ്റാർ കാസ്റ്റ് വെച്ച് ഒരു പടം ചെയ്യാൻ എത്ര പ്രൊഡ്യൂസേഴ്സ് റെഡിയാവും? എല്ലാവരും നോക്കുന്നത് ഫോർമുല സിനിമകളാണ്. ഫോർമുല എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്ന പ്രോജക്ട്സ് എന്ന് പറയില്ലേ, അങ്ങനത്തെ സിനിമകൾ ചെയ്യാനാണ് ഏത് പ്രൊഡ്യൂസേഴ്സും ആഗ്രഹിക്കുക. അപ്പോൾ ഇതൊരു ഫോർമുല സിനിമയല്ല. ഇത് ഞാൻ എടുത്തേക്കുന്ന ഒരു വലിയ റിസ്ക് ആണ്. പക്ഷെ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചെയ്തൊരു സിനിമ, ഒരു എക്സ്പെരിമെൻ്റൽ മൂവി. ഞാൻ ആദ്യം മുതലേ അതാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ധൈര്യം, ഞാൻ പണ്ടൊന്നും എനിക്കത് തിരിച്ചറിഞ്ഞില്ല, അതൊരു ധൈര്യമാണെന്ന് എനിക്ക് തിരിച്ചറിയില്ലായിരുന്നു. കാര്യം അന്ന് ഒരറിവും ഉണ്ടാവാതിരുന്നത് കൊണ്ട് എന്ത് കിട്ടിയാലും ലോട്ടറി ആയിരുന്നു എനിക്ക്. അപ്പോൾ അത് കാരണം അത് ഫ്രൈഡേയും മങ്കിപ്പന്നവും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ സിനിമകളാണ്, അതിൻ്റെതായ ഹ്യൂജ് റിസ്കുകളുണ്ട്. പക്ഷെ അതൊന്നും അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അന്ന് ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഇന്ന് എനിക്ക് ആ ധൈര്യമുണ്ട് ചെയ്യാൻ. ഇന്ന് എനിക്കൊരു ബാങ്കബിൾ ആർട്ടിസ്റ്റ് ഇല്ലാതെ പടം ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള കണ്ടന്റിൽ സിനിമ മുന്നോട്ട് പോകാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതിനകത്ത് ആണുങ്ങളെ മാനേജ് ചെയ്യുന്നതിൻ്റെ കിക്കല്ല, അതിനകത്ത് എനിക്ക് ആ കണ്ടന്റിലുള്ള വിശ്വാസമാണ്. കണ്ടന്റിലുള്ള വിശ്വാസവും പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ കഥ പറയുന്ന സമയത്ത് ഇതിനകത്ത് സ്ത്രീകളില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല സത്യത്തിൽ. ഇതിനകത്ത് ഇല്ല, ഞാൻ ചെയ്യുന്ന പടത്തിൽ സ്ത്രീകൾ വേണം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നത് ഫെമിനിച്ചീന്നാണ്. അപ്പം ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്ന് വെച്ചാൽ എൻ്റെ സിനിമയിൽ സ്ത്രീകൾ വേണം എന്നില്ല. അതിൻ്റെ കഥയ്ക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ കുറച്ച് ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളൂ. ഹാൻഡ്സ് ഓൺ ആയിട്ട് മേ ബി ഓൺലി യു എന്നാണ് എൻ്റെ ഒരു ഇതാണ്.
ജെൻഡർ ആദ്യം കുറച്ച് പറഞ്ഞു, ഹൗ ജെൻഡർ എങ്ങനെയാണ് ജെൻഡറിനെ ഫീൽ ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ എന്നുള്ളത്. അത് കുറച്ചുകൂടി ഒന്ന് പറയാം. ആസ് എ ഫീമെയിൽ ഫിലിം പ്രൊഡ്യൂസർ എങ്ങനെയാണ് ജെൻഡറിനെ സെൻട്രൽ ഫേസ് ചെയ്തിട്ടുള്ളത്? ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്, ലൈക്ക് ഓൾ ദോസ് ഇഷ്യൂസ്? And also he was young, like as Very a young young female also, producer. ആരുമില്ല, എല്ലാം സീനിയർ. യെസ്. എനിക്ക് ആക്ച്വലി ഈ മരുഭൂമിയിൽ വിരിഞ്ഞ താമരപ്പൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ ഒരു വെൽക്കമിങ്. വാം വെൽക്കം ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണെങ്കിലും എല്ലായിടത്തും വാം വെൽക്കം ആയിരുന്നു. കാര്യം ഒരു പെൺകുട്ടി ഒരു സിനിമ ചെയ്യുന്നു, ഒറ്റയ്ക്ക് സിനിമ ചെയ്തിറക്കുന്നു, അങ്ങനെ പിന്നെ അവരുടെ ഒപ്പം തന്നെ നിന്ന് സിനിമ ചെയ്യുന്നു. അവരെന്നെ ഇപ്പോഴും റെസ്പെക്റ്റോടെ തന്നെയാണ് കാണുന്നത്. പക്ഷെ അതിനകത്ത് ചെറിയൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊപ്പം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അവൾ വളരാൻ പാടില്ല. ആ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇല്ലായിരിക്കാം, എനിക്കങ്ങനെ തോന്നാറുണ്ട്. പലർക്കും അത് ഉള്ളതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ വളരാൻ അനുവദിക്കാത്തതുപോലെയും ഫീൽ ചെയ്യാറുണ്ട്. ചെറിയൊരു പെരുന്തച്ചൻ എഫക്റ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ജെൻഡർ കൊണ്ടാണോ അതോ ജനറലി ഉള്ള പെരുന്തച്ചൻ എഫക്റ്റ് ആയിരിക്കും? അത് ജെൻഡറിന്റെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ആണുങ്ങൾ അങ്ങനെ വരുന്നതിനോട് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഒരു സ്ത്രീ ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നതിനും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും എപ്പോഴും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അൺഫെയർ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല. എന്നാൽ പോലും തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്ത്രീയെ ആണുങ്ങൾക്ക് പൊതുവെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ലക്ഷ്മി വാര്യർ പറഞ്ഞിട്ടുണ്ടല്ലോ, ജെ പ്രൊഡ്യൂസർ. She also started off as പ്രൊഡക്ഷൻ കൺട്രോൾ എല്ലാം കഴിഞ്ഞ് ആ സമയത്ത് ഈ ലക്ഷ്മി എന്റെ ഓഫീസിലാണ് ആദ്യം ജോലിക്ക് വരുന്നത്. പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് എടുക്കാൻ ആണുങ്ങൾക്ക് ഭയങ്കര മടിയാണ്. അതെ നമുക്കൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഒരു സപ്പോർട്ട് ആ സമയത്ത്. ഇവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഞാൻ ആ സമയത്ത് തുടക്കകാലങ്ങളിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഞാൻ ഓർക്കും ഞാൻ എല്ലാം പഠിച്ചു. കാര്യം അത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്, അത്രയും മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇനി ഞാൻ എല്ലാം പഠിച്ചു, ഇനി എനിക്ക് അടുത്ത പെടാൻ. ഞാൻ എപ്പോഴും വിചാരിക്കും, ഓക്കെ, ഒരു സിനിമ ചെയ്താൽ ലോകത്തിൽ എന്ത് ബിസിനസ്സും ചെയ്യാം. കാര്യം അത്രയും ആളുകളെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, അത്രയും ആളുകളെയാണ് ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അതും പല സ്ട്രാറ്റസിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് സെലിബ്രിറ്റീസ് മുതൽ ചായ കൊടുക്കുന്ന പയ്യന്മാർ വരെ എല്ലാവരെയും, പ്രൊഡക്ഷനിലുള്ളവർ എല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എല്ലാവരും ജോലിക്കായിട്ടാണ് വരുന്നത്, എല്ലാവരും ഉപജീവന മാർഗത്തിനായിട്ടാണ് വരുന്നത്, എല്ലാവരും ഈക്വലാണ്. ഓരോരുത്തരുടെയും ജോലി വ്യത്യാസമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ.